പന്നക്കാക്ക. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് വെള്ളാനിക്കപ്പാറ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഒരു ചെറിയ ഷോർട്ട് വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വ്ലോഗ് ഇപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ബൈ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാനിക്കപ്പാറയാണ്. കസിൻസിന്റെ കൂടെയാണ് പോകുന്നത്. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ കാറിൽ ഇവിടെ നിന്ന് തിരിച്ചിരിക്കുകയാണ്. നമ്മളെ കൂടെ എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? ഹായ് കൊടുത്തേ. ഹായ് കൊടുത്തേ. ഹലോ. ഹായ്. ഹലോ ചേട്ടൻ വണ്ടി ഓട്ടിക്കുന്നതുകൊണ്ട് ഹലോ തരാൻ പറ്റില്ല. ഗൈസ്, അപ്പൊ ചേട്ടന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കാർ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ എല്ലാരും ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാരും അല്ല, 2 പേര് കാറിൽ ഇരിപ്പുണ്ട്. കണ്ടോ? ഓ, നല്ല ഫ്രെയിം അല്ലേ ഗൈസ്. ഫൈനലി നമ്മൾ വെള്ളാനിക്കപ്പാറ എത്തിയിരിക്കുകയാണ്. എല്ലാരും കാറിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് എത്ര സ്റ്റെപ്പ് അങ്ങോട്ട് മേലോട്ട് നടക്കാണ്ട്? സ്റ്റെപ്പ് എത്രയെന്നൊന്നും അറിഞ്ഞൂടാ, കുറച്ച് നടക്കാണ്ട്. അതോ ഇതുവഴി കറങ്ങി അങ്ങനെ എന്തോ പോണം. അപ്പൊ ഇവനറിയല്ലോ, ഞാൻ ഒരു കഴിഞ്ഞ വ്ളോഗിൽ ഇവനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വ്ളോഗിൽ. ഇവന്റെ പേര് അമൃത് എന്നാണ്. ഒരു ഹായ് കൊടുത്തോ. ഹായ്. പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ സ്വന്തം ആതിരി ചേച്ചി, CA ആണ്. ഒരു ഹായ് കൊടുത്തോളൂ. ഓക്കെ. ഓ, ആ സൈഡിലാണ് ഫോട്ടോ പോസ് നന്നായിട്ട് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ചേട്ടൻ അവിടെ നിന്ന് സൺസ്ക്രീൻ ഇടുന്നു. ജിതിൻ ഇവിടെ ഉണ്ട്. പിന്നെ അവര് 2 പേരും അവിടെ നിൽക്കുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നവ്യ ഫ്രണ്ടിൽ നടന്നു പോവുകയാണ്. നമുക്ക് നവ്യ വഴി കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് കയറി കുറച്ച് നടക്കാനുണ്ട്. നടന്ന് അങ്ങോട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും വണ്ടർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാമെന്നാണ് വർഷയുടെ ഉള്ള പേരെന്തോന്നും നവ്യയുടെ ഒരു ഇത്. പണ്ട് വന്ന സമയത്ത് ഈ സ്റ്റെപ്പുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ സ്റ്റെപ്പൊന്നും ഇല്ലാതെ വണ്ടി അങ്ങറ്റം വരെ ഓടിച്ച് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ വന്നിട്ട് തന്നെ വർഷങ്ങളായില്ലേ, അപ്പോഴിവിടെ സ്റ്റെപ്പൊക്കെ പണിയത്. അയ്യോ, കാളന്നു. ഇവിടെ ശരിക്കും കാടായിരിക്കുന്നു കേട്ടോ. ചെറുതായിട്ടൊരു തീപ്പെട്ടി കൊള്ളി വരച്ചിട്ട് കൊടുത്ത് ആദ്യം ഇവിടെ കാടൊക്കെ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴ തൂറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമല്ല. അയ്യോ, ഇവിടെ മൊട്ടം വെയിൽ. അയ്യോ, തല വേദനിക്കണം. ഓ, അങ്ങ് കാണുന്ന അതാണ് കടല്. കാണാൻ പറ്റുമെന്തോ, വെയില്. അങ്ങ് നിങ്ങൾക്ക് ദൂരെ കാണുന്ന അതാണ് കടല്. കണ്ടോ? അയ്യോ, ഐസ്ക്രീം വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അമൃതുണ്ട്. അമൃതിന്റെ അടുത്ത് നമുക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിനെ വിശദീകരിക്കാൻ നമുക്ക് ചോദിക്കാം. ഇതിനെപ്പറ്റി അമൃതിന് എന്താണ് പറയാനുള്ളത്? അടുത്ത് ചോദിക്കാമെന്ന് എന്നല്ലേ പറയാം. ഇതിനെപ്പറ്റി ഇവിടെ ഉള്ള അന്തേവാസിയായ നമ്മുടെ സ്വന്തം മണിക്കുട്ടന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. മണിക്കുട്ടന് ഇവിടത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. അപ്പൊ അവനൊന്നും പറയാനില്ല. നല്ല സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ചപ്പും ചവറുകളൊക്കെ വരുന്നുണ്ട്. വീറൊക്കെ കുടിച്ചിട്ട് അവിടെ പൊട്ടിച്ചൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. ഇതെന്താണ്? നമ്മുടെ നാട് ഇങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് പറയാനില്ലേ? ഇവിടെ വെള്ളം ഒടിച്ചിട്ട് വീറൊക്കെ കുടിച്ചിട്ട് ഇതെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുന്നു. ഇവിടെ എന്താണ് ഇത് നടക്കുന്നത്? നമ്മുടെ കേരളത്തിനെ ആരാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത്? ആരാണ്? വേസ്റ്റ് നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ. എന്താ അധികാരികൾ ആരും ഇത് കാണുന്നില്ല? ഇവിടെ നിറഞ്ഞു കിടക്കുന്ന വേസ്റ്റ് പോലും എടുത്തോണ്ട് പോകാൻ ആരുമില്ലാണ് ഗൈസ്. അവിടെ ഒരു ഗുഹ ഉണ്ടെന്നാണ് അവര് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗുഹയൊന്ന് കണ്ടാലോ? ഭീകരമായ കണ്ണാടിയും വെച്ച് 2 കപ്പിൾസ് ഇറങ്ങിയിരിക്കുകയാണ്. ചേട്ടന്റെ കണ്ണാടി സൂപ്പർ, പക്ഷെ ചേച്ചിയുടെ കണ്ണാടി തികച്ചും യാദർച്ഛികം മാത്രം. അടിപൊളി. നേരത്തെ പറഞ്ഞ ഗുഹയിലോട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഈ പാറയിൽ ഒരു കമ്പി അടിച്ച് കൊരുത്ത് വെച്ചിരിക്കും. അപ്പൊ പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുവഴി വണ്ടി കയറുമായിരുന്നു. വേറെ ഒന്നുമല്ല, അത് നിർത്തലാക്കാൻ കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ മേളിൽ വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നാണ് ഇവിടത്തെ അന്തേവാസിയായ മണിക്കുട്ടൻ പറഞ്ഞത്. അതിന്റെ നേതൃത്വത്തിൽ നമ്മൾ വണ്ടി താഴെ വെച്ചിട്ടാണ് കയറി വന്നത്. അയ്യോ, കൊള്ളാം കേട്ടാ. നോക്കി ഇറങ്ങിവാ. കാല് വരാൻ തെന്നി കഴിഞ്ഞ കുപ്പിയോട് മൂലത്തിരിക്കും. നമ്മൾ കുറച്ച് വ്യക്തമായ ഭാഷയിൽ മാത്രമേ പറയാവൂ. ശരിക്കും കാല് തെന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പൃഷ്ഠത്തിൽ കുപ്പിയോട് പൊത്തു കയറുന്നതാണ് ഗൈസ്. അല്ലേ? എന്താ വെള്ളം എടുത്തില്ലല്ലോ? ഓ, ചുമ്മല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മല കയറപ്പോഴത്തേക്ക് ഏകദേശം വെള്ളം തായിരിക്കും. നല്ലുള്ള കുപ്പി അത്ര ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്നു.
അവരെ കുറ്റം പറയാൻ പറ്റില്ല, എന്തായാലും ദാഹിക്കും. ഇത്രയും വെയിൽ കൊണ്ടപ്പോൾ തന്നെ ഉച്ചയ്ക്ക് വരണ്ടായിരുന്നു, നമ്മൾ കുറച്ചുകൂടെ ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഇരുന്ന സമയത്ത് ചെറുതായിട്ട് മഴയുടെ ഒരു ലക്ഷണവും മഴ പെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയത്. പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പം അയ്യോ സൺസ്ലാപ്പാണ് നടക്കുന്നത് ഗൈസ്. അയ്യോ എന്റെ ദേഹം മൊത്തം ഒടുക്കത്തെ വെയില്, ഒടുക്കത്തെ ചൂട്, നന്നായിട്ട് തളർന്ന് നമുക്ക് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഫോൺ ചെറുതായിട്ട് ഹീറ്റ് ആവുന്നതുകൊണ്ടൊന്നും ഒരു ഡൗട്ട്. ഡയറക്റ്റ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റ് ഫോണിൽ ചൂടടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അവരവിടെ നിന്ന് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഏകദേശം ഗുഹയുടെ അടുത്തെത്തിയെന്നാണ് എന്റെ ഒരു നിഗമനം. ഇവിടെ എവിടെയാണ് ഗുഹ? എവിടെയാടാ ഗുഹ? എവിടെയാണ്? ചെറുതാണോ ഗുഹ? ഇവിടെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ വീഴില്ലല്ലോ. മരം കണ്ട? ആ ഗൈസ്, അപ്പൊ ആ മരത്തിന്റെ താഴെയാണ് ഗുഹ വന്നത്. അവിടെ കുപ്പി കിടക്കുന്നതിന്റെ കുപ്പി കിടക്കുന്നില്ലേ, അതിന്റെ ആ ഭാഗത്ത്, അതിന്റെ താഴോട്ട് ഗുഹ വരുന്നതെന്നാണ് പറഞ്ഞത്. ശരിക്കും അവിടെ നല്ല ബ്യൂട്ടി തന്നെ കേട്ടോ. പക്ഷെ ഈ വെയിലും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. ഞാൻ ചാടല്ല, അതാ ഈ വീഡിയോയിലൊന്ന് കാണിച്ചു കൊടുക്കും, റെക്കോർഡ് തന്നെ. കണ്ടോ, അതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റും. പക്ഷേ ശരിക്കും വവ്വാലിൻ്റെയൊക്കെ ഷിറ്റിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇത് വെച്ച് തൃപ്തിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഗൈസ്. നമ്മളെ കൂടെ വന്നവരെ കാണാനില്ല, അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാണ് ഗൈസ്. അവര് വിളി കേൾക്കുന്നില്ല. അവർക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് മേലോട്ട് ഒന്ന് കയറി നോക്കി നോക്കാം. അവർക്കൊന്നും പറ്റിയില്ലതോ, അവര് അവിടെ നടന്നു പറഞ്ഞില്ല. അവര് അവിടെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു, അതാണ് ലേറ്റായത്. നമ്മളെ മേളില് ആ ഗുഹ കണ്ടിട്ട് മേളിൽ കയറി വന്നപ്പോഴത്തേക്ക് അവര് നമ്മളവിടെ ഇറങ്ങി താഴോട്ട് വന്നിരിക്കുകയാണ്. ഗൈസ്, അപ്പൊ ഇവിടുത്തെ വീഡിയോ എടുത്ത് മതിയായി. നമ്മൾ നോക്കി നടക്കണം, അല്ല എങ്കിൽ പണി പാളും. വേറെ ഒന്നുമല്ല, ഇവിടെ നിറച്ച് ആൾക്കാർ വെള്ളം അടിച്ചിട്ട് കുപ്പി അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുന്നു. അപ്പം അതില് ജസ്റ്റ് നമ്മൾ ചറക്കി കൈ കുത്തി വീണ് കഴിഞ്ഞാലും മുറിയും. വ്യക്തമായും ശ്രദ്ധിച്ചും നമ്മൾ നോക്കി നടക്കണം, അല്ലെങ്കിൽ പണി പാളും. നിങ്ങൾ ഈ വെയിലത്ത് നിന്ന കാലം താഴോട്ട് വന്നാൽ മതിയായിരുന്നു, തണലത്തെങ്കിലും ഇരിക്കായിരുന്നു. ഇവിടെ നല്ല സ്ഥലം, ഇവിടെ ശരിക്കും ഇവിടെ നല്ലൊരു സ്ഥലം വാങ്ങണം. ആളയത്തൊന്നും വേണ്ട, ഇവിടെ പെട്ടെന്ന് വരും ഡെവലപ്പ് മൊത്തം കണ്ണായ സ്ഥലം. ഓ എന്റെ ഇവിടെ ഇങ്ങനെ എന്റെ കഴുത്ത് മാത്രം കാണാം അതില്. ആ ഫോട്ടോ എടുത്ത ഞാനില്ല, പക്ഷെ നീ അതിൽ കാണാൻ കൊള്ളാം, അതിന് നീ പോസ്റ്റ് ചെയ്തു. ഇവരുടെ ഫോട്ടോ ഉണ്ടോ? ഇങ്ങനെ അതൊരു വർഷം ചേച്ചി അറ്റിട്ട് എനിക്കെങ്കിലും ഒരു പ്രിഫറൻസ് തരായിരുന്നു. അവൻ ആ ഫോട്ടോയിൽ അവനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പം അതിസാഹസ്യമായിട്ട് നമ്മൾ ഇറങ്ങിയ മര വലിഞ്ഞു കയറി. അയ്യോ ശരിക്കും സൺസ്ലാപ്പി തന്നെ, അതിഭീകരം. ഇത്രയും ഉച്ചയ്ക്ക് വരണ്ടായിരുന്നു. അയ്യോ നട്ടുച്ച വെയില്. ഇപ്പോഴും കുറച്ച് മേഘം മൂടി നിൽക്കുന്നു, എങ്കിലും തളർന്നു പോയി. ഞാൻ നല്ല വേർത്ത് കണ്ട, നല്ല വേർത്ത്. ഒന്ന് മുഖം കഴുകോട്ട്.
ഇതിന്റെ അകത്ത് വേറെ പൈപ്പുണ്ട്. തണുപ്പ് കാണുമെന്ന് പറഞ്ഞാൽ മോൻ കഴിയത് ഒടുക്കത്ത ചൂട്. അതാ കഴിവുണ്ടായിരുന്നു. പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചെലിക്കുകയാണ്. വേറെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടെ എത്തിയിട്ട് ഇനി കാണാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ കണ്ടോ, നമ്മൾ പടിക്കെട്ട് വഴിയാണ് ഇറങ്ങി വന്നത്. അതിനുശേഷം ആ ചേട്ടൻ നമ്മൾ നോക്കി ചിരിക്കുന്നു. പടിക്കെട്ട് വഴിയാണ് കയറി വന്നത്. ഇപ്പൊ നമ്മൾ ഇതുവഴിയാണ് ഇറങ്ങി പോകുന്നത്. മുഖം കഴിയപ്പോ ഇത്തിരി ഒരു ആശ്വാസമുണ്ട്. നമ്മൾ അമൃതിനെ കണ്ടില്ലേ? അമൃതിനൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിന്റെ പേര് അവൻ പറഞ്ഞുതരും. എന്താ പേര്? അമൃത് എന്ന് തന്നെ പേര്. വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അമൃത് അതാണ് പേര്. എല്ലാവരും കയറി ഫോളോ ചെയ്യണം ഗൈസ്. അതിന് മുമ്പ് എന്റെ പേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്താൽ കൊള്ളായിരുന്നു ഗൈസ്. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വയലും പിന്നെ കുറച്ച് ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് അടുത്ത് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ വീട്ടിൽ വരാനുള്ള തിരക്കൊക്കെ ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇന്നിനിപ്പോൾ പോകണ്ട, വേറെ ഒരു ദിവസം ആക്കാമെന്ന് കരുതി അത് വേറെ ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്തു. പിന്നെ എൻ്റെ പരിപാടി ഇവിടെ ഏകദേശം ക്ലീൻ ചെയ്ത് ഇനി അവിടെയൊക്കെ ഇനി കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ബൈ.